ഘട്ടം അരിമത്തിയാക്കാരൻ ജോസഫ് ഈശോയ്ക്ക് വേണ്ടി കരുതി വെച്ച തോട്ടമാണ്. അരിമത്തിയാക്കാരൻ ജോസഫ് 100 റാത്തൽ സുഗന്ധദ്രവ്യവുമായി ഈശോയ്ക്ക് വേണ്ടി കാത്തുവച്ച, ആരും ഉപയോഗിക്കാത്ത ഒരു പുതിയ കല്ലറ. ഈ തോട്ടത്തിലെ കല്ലറ, ഇത് ദൈവഹിതത്തിന് വേണ്ടി ഒരുവൻ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതത്തിൻ്റെ തോട്ടമാണ്. ഏതൊരു മനുഷ്യ ജീവിതത്തിൻ്റെയും അത്ഭുതമാണ് ഈ തോട്ടം. വീണുപോകുന്ന ഏദൻ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ഗത്സമേൻ തോട്ടത്തിലെത്തുമ്പോൾ മനുഷ്യൻ സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിലപാടെടുക്കുന്നു. ആ നിലപാടെടുക്കുമ്പോൾ അവൻ എത്തിച്ചേരുന്നത് സ്വർഗീയമായ മറ്റൊരു തോട്ടത്തിലേക്കാണ്. അത് അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെ തോട്ടമാണ്. അവിടെ മഗ്ദലന മറിയം നാളെ ഈശോയെ വിളിക്കും തോട്ടക്കാരാന്ന്. യഥാർത്ഥത്തിൽ ഈശോ തോട്ടക്കാരൻ തന്നെയാണ്. തോട്ടത്തിൽ വീണവനെ എഴുന്നേൽപ്പിക്കാനായി ദൈവഹിതത്തിൻ്റെ തോട്ടത്തിലൂടെ നടത്തിച്ച് അവസാനം അവൻ ഉത്ഥാനത്തോട്ടത്തിലെത്തിക്കും. എല്ലാ വീണുപോയ മനുഷ്യരെയും, പ്രാർത്ഥനയുടെ മനുഷ്യരെയും ഉയർപ്പിക്കാനായിട്ട് നിൽക്കുന്ന യഥാർത്ഥ തോട്ടക്കാരൻ. അവൻ നമ്മുടെ മുന്നിൽ ഒരു മുന്തിരിത്തോട്ടം നൽകുകയാണ്, സ്നേഹത്തിൻ്റെ മുന്തിരിത്തോട്ടം.